അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ചെയ്യുന്ന പല വീഡിയോയും പലപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോ കേരളത്തിലെ സമസ്ത വിഭാഗം കൊണ്ടു നടക്കുന്ന ആദർശത്തെക്കുറിച്ചും അവർ ചെയ്യുന്ന പച്ചയായ ഷിർക്കിനെക്കുറിച്ചും അവർ ചെയ്യുന്ന ഖുറാഫാത്തിനെ കുറിച്ചുമൊക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ ആയി. ഇത് ചില ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, അവർ ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ, നിങ്ങൾ അവരുടെ കവറിലല്ലല്ലോ, അവർ എന്താ ചെയ്യണം അവർ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് അവരെ വിമർശിക്കുന്നത് എന്നാണ്. അങ്ങനെയുള്ള സഹോദരങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ സമസ്തക്കാരോട് നമുക്കൊരു വെറുപ്പുമില്ല, അവരോടുള്ള സ്നേഹമാണ്. കാരണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധത്തിലുമുള്ള നമ്മുടെ സ്നേഹിതന്മാരായ ഒരുപാട് സഹോദരങ്ങൾ ഈ സമസ്ത വിഭാഗത്തിലുണ്ട്. അവർ ഒരിക്കലും നരകത്തിൽ പോകരുത്, അവർ ഒരിക്കലും വഴിപിഴച്ചു പോകരുത്. അതുകൊണ്ടാണ് അത് നമ്മൾ സൂചിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലും. മുഹമ്മദ് നബിയെ, താങ്കൾ തന്നെയാണ് ശിർക്ക് ചെയ്തതെങ്കിലും താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു അമലായി നമ്മുടെ അമല് മാറരുത് എന്നുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളോട് നിങ്ങൾ ചെയ്യുന്നത് പച്ചയായ ശിർക്കാണ്, ഇതിൽ നിങ്ങൾ വിട്ടു നിൽക്കണം, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം, നിങ്ങൾ മരിച്ചുപോയ മയ്യത്തുകളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ വഴിപിഴച്ചവർ ആരുണ്ട് എന്ന് അള്ളാഹുവാണ് ചോദിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഈ കാര്യം കൊണ്ട് മാത്രമാണ് ഈ കാര്യം എപ്പോഴും എടുത്തു പറയാനുള്ള കാരണവും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയം ഇതാണ് തൗഹീദ്. ഇത് നന്നാവാതെ എന്ത് അമല് നിങ്ങൾ ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.